ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ കാസർഗോഡിലെ അടൂരിൽ സ്ഥിതി ചെയ്യുന്ന അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലെ അർജുനനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. കിരാത യുദ്ധവുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. വേട്ടക്കാരനായ വേഷം മാറിയ ശിവൻ അർജുനനെ നേരിട്ടുകയും അമ്പെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. ക്ഷേത്ര പരിസരത്തുള്ള വലിയ ബലിക്കല്ലിലാണ് ഈ കഥ കൊത്തിവച്ചിരിക്കുന്നത്. ശിവനെ ഇവിടെ ശിവലിംഗ രൂപത്തിലാണ് ആരാധിക്കുന്നത്. ക്ഷേത്രത്തിലെ നന്ദി നിൽക്കുന്നത് രൂപത്തിലാണ്. നമസ്കാര മണ്ഡപത്തിൽ നദിയുടെ മൂർത്തി കാണാം. മഹാവിഷ്ണു, ഗണപതി, ശാസ്താവ്, കിണ്ണിമണ്ണി, പൂമണ്ണി, രക്തേശ്വരി എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ സവിശേഷമാണ്. ഇത് 3 തട്ടുകളിലെ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് ആനയുടെ പിൻഭാഗത്തോട് സാമ്യമുണ്ട്. ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ്. എല്ലാ അത്യാവശ്യ സൗകര്യങ്ങളുമുള്ള വലിയ ക്ഷേത്രം. അതിൽ നമസ്കാര മണ്ഡപം, തിടപ്പള്ളി, വലിയ അമ്പലം, അഗ്രശാല, കുളം, ചെമ്പുകൊണ്ട് നിർമ്മിച്ച കോടിമരം എന്നിവയുണ്ട്. പുരാതന ക്ഷേത്രത്തിന് ചുവരുകളിൽ ഗണപതിയുടെയും ശാസ്താവിൻ്റെയും വർണ്ണാഭമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മേൽക്കൂരകൾ ഹിന്ദു കഥകളിലെ രംഗങ്ങൾ മനോഹരമായി കൊത്തിയെടുത്തിട്ടുണ്ട്. മകരസംക്രാന്തിക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. മകരസംക്രാന്തി ദിനത്തിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. സഹസ്ര കുംഭാഭിഷേകവും ആനന്ദ ചടങ്ങും ഈ അവസരത്തിൽ നടത്തപ്പെടുന്നു. കേരളത്തിലെ വാർഷിക ഉത്സവം മാർച്ച് മാസത്തിലാണ് ആഘോഷിക്കുന്നത്. പരമ്പരാഗത മലയാള കലണ്ടർ പ്രകാരം കുംഭമാസം 27-ാം തീയതി ആരംഭിച്ച മീനമാസം 4-ാം തീയതി അവസാനിക്കും. കാസർഗോഡ് നിന്ന് ഏകദേശം 41 കിലോമീറ്റർ കിഴക്കായാണ് പയസ്വിനി നദീതീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലാണ് വാർഷിക ഉത്സവം നടക്കുന്നത്. 2025 ഉത്സവ തീയതികൾ മാർച്ച് 17 ആയിരുന്നു. സാധാരണയായി ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്നു. സൂര്യൻ്റെ വാർഷിക ചലനത്തെ ആഘോഷിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണിത്. ശിവലിംഗം കണ്ടെത്തിയ ദിവസം ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഈ ക്ഷേത്രത്തിൽ ഇത് പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്നു. പയസ്വിനി നദിയിൽ കുളിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. പാപങ്ങൾ കഴുകിക്കളയുകയും സമാധാനം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉത്സവവും യക്ഷഗാനം കർണാടകയിൽ നിന്നും ഉള്ള ഒരു പരമ്പരാഗത നാടക കലാരൂപം. കർണാടക ശാസ്ത്രീയ സംഗീതം, നാട്ടുത്സവം, നിരവധി വിളക്കുകൾ കത്തിക്കുന്ന ഒരു പരിപാടി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രോത്സവം പരമ്പരാഗത ആചാരങ്ങൾ, സാംസ്കാരിക പ്രകടനങ്ങൾ, ക്ഷേത്ര പരിസരത്തിൻ്റെ ശാന്തമായ സൗന്ദര്യം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുള്ള ഒരു സവിശേഷത അവസരം നൽകുന്നു. കാസർഗോഡിലെ അടൂരിലെ ക്ഷേത്രം മഹാലിംഗേശ്വര ക്ഷേത്രം സമ്പന്നമായ ചരിത്രവും പുരാണങ്ങളും ഉള്ള ഒരു പ്രശസ്തമായ ശിവക്ഷേത്രമാണ്. ഐതിഹ്യം അതിനെ മഹാഭാരത ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും അർജുനനും ശിവനും തമ്മിലുള്ള കിരാത യുദ്ധം. ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം സ്വീകരിച്ച ശേഷം
അർജുനൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആനയുടെ പിൻഭാഗം പോലെയുള്ള 3 തട്ടുകളിലുള്ള ഘടന, സങ്കീർണമായ കൊത്തുപണികൾ, പെയിൻറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന അതുല്യമായ വാസ്തുവിദ്യക്കും ഇത് പേരുകേട്ടതാണ്. രാവിലെ 6 മണിക്ക് നട തുറക്കൽ, 6:30-ക്ക് അഭിഷേകം, 7:30-ക്ക് ഉഷപൂജ, പിന്നെ രാവിലെ 11:30-ക്ക് ഘാതപൂജ. ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ഷേത്രം അടയ്ക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്രം തുറക്കുന്നു. പിന്നെ 7:30-ക്ക് അത്താഴപൂജ. രാത്രി 8 മണിക്ക് ക്ഷേത്രം അടയ്ക്കുന്നു. ഉച്ചയ്ക്ക് 12-നും വൈകുന്നേരം 6-നും ഇടയിൽ ക്ഷേത്രം അടച്ചിരിക്കും. പിന്നെ ചന്ദനം, പഞ്ചസാര, ശർക്കര, എള്ള്, അരി, തേങ്ങ, വാഴപ്പഴം, വിറക്, തുലാഭാരം തുടങ്ങി വിവിധ തുലാഭാര സേവകൾ ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ്. ഇവിടെ ശിവരാത്രിയും പിന്നെ വാർഷികോത്സവം ഏപ്രിലിലും ഗണേശ ചതുർത്ഥിയും എല്ലാം ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഈ ക്ഷേത്രത്തിലോട്ട് വരാം. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.